എനിക്ക് ആകെയുള്ള വരുമാന മാർഗം എൻ്റെ യൂട്യൂബ് ചാനൽ മാത്രമാണ്. എനിക്ക് കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിൻ്റെ കൂട്ടത്തിൽ വേറൊരു 2 lakhs-ന്റെ മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഇതില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. സർക്കാർ ആശുപത്രികളിൽ, അതായത് RCC-യിലും പിന്നെ MCC മലബാർ ക്യാൻസർ സെന്ററിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ നോക്കുമ്പോഴത്തേക്കിന് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ 0 to 20,000 രൂപ വരെയാണ് ഇതിന്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ മിട്ടയർ സ്വകാര്യ ആശുപത്രികളിൽ 20,000 to 60,000 വരെ കോസ്റ്റ് വരുന്നുണ്ട്. ഇനി പ്രമുഖ കോർപ്പറേറ്റ് സ്വകാര്യ ആശുപത്രികളിൽ 35,000 മുതൽ 1.5 ലക്ഷം പ്ലസ് വരുന്നുണ്ട്. ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷം 5 ലക്ഷം വരെ കൂട്ടിയോ. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കാര്യമാണ് പറയുന്നത്. എന്നാൽ എന്റെ ഫൽഗുണ നമ്മുടെ വലിയണ്ണൻ ഈ ഗതി വന്നല്ലോ. സിമ്പതിക്ക് വേണ്ടിയാണ്, എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ വിവാദങ്ങളുടെ മുകളിൽ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ വീഡിയോസ് ഇടും, നിങ്ങൾക്ക് അതിൽ നിന്ന് റവന്യൂ കാര്യങ്ങൾ കിട്ടുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ, അത് അങ്ങനെ തന്നെ വേണം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ വിവാദങ്ങളിലോട്ട് പിന്നെ ഇട്ടിട്ട് കൊടുക്കുന്ന നിങ്ങളുടെ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് എത്രത്തോളം നോക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെയാണോ സന്തോഷങ്ങൾ കിട്ടുക എനിക്കറിയാത്തത്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. ഇവരുടെ ഇതേ അസുഖബാധിതയായിട്ടുള്ള ആ ഒരു ലേഡിയുടെ വോയിസ് ആണ്. ഇനി അത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കാം. ബ്രോ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും എനിക്ക് സർജറി പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ പോലും എനിക്ക് ഒരു കീമോക്ക് 50,000 രൂപയാണ് പറഞ്ഞത്. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങിയത്. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരുത്തി വെച്ചൊന്ന് നോക്കി. പിന്നെ 5 ലക്ഷം 10 ലക്ഷമൊന്നും കീമോക്ക് ആവത്തില്ല. ഞാൻ വേണമെങ്കിൽ എന്റെ കീമോ മരുന്നിന്റെ ബില്ല് ഞാൻ ബ്രോക്ക് ഇട്ടുതരാം. ബ്രോ പറഞ്ഞാൽ കീമോ ചെയ്യാൻ വേണ്ടി മേടിച്ച മെഡിസിന്റെ ബില്ലുകൾ ഞാൻ ഇട്ടുതരാം. നീ ഇപ്പൊ എന്താ ഒരു വഴിയുണ്ട്. എന്താ? നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ടർ വഴിയില്ലേ, നിന്റെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ആ വഴിക്ക് പോയിക്കോ.